ഇപ്പോഴത്തെ പല പ്രശ്നങ്ങളും കാണുമ്പോൾ വളരെയധികം മറച്ചു പോവാണ് ആൺ സമൂഹത്തോട്. ഒരു വിമൻസ് കോളേജിൽ പഠിക്കുന്നതുകൊണ്ട് അങ്ങനെ പറയാമെന്ന് കരുതരുത്. കാരണം ആണിനെ ശക്തമായി ദൈവം ശക്തനായിട്ട് വളർത്തിയത് അല്ലെങ്കിൽ ശക്തനായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളത് പെണ്ണിന് ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമ്മൾ ഇന്നത്തെ എല്ലാ ദിവസത്തെ പേപ്പറും അല്ലെങ്കിൽ എല്ലാ ദിവസത്തെ പ്രശ്നങ്ങളും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അവനവൻ്റെ ശക്തി അല്ലെങ്കിൽ അവനവൻ്റെ ക്യാരക്ടറിനെ മുതലാക്കുകയാണ്. സ്ത്രീൻ്റെ ഒരു പാവമായിട്ടുള്ള ആ ക്യാരക്ടറിനെ ഏറ്റവും കൂടുതൽ അവൻ്റെ ശക്തി വെച്ച് മുതലെടുക്കണം. അതാണ് നമ്മൾ ഈ അടുത്ത് കണ്ടിട്ടുള്ള എല്ലാ ന്യൂസ് പേപ്പേഴ്സിലാണെങ്കിലും എന്ത് പ്രശ്നങ്ങളിലാണെങ്കിലും ഇവൻ ചെറിയ പ്രശ്നങ്ങളിലാണെങ്കിലും പോലും ആണ് പെണ്ണിനെ ഉപദ്രവിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. കാരണം അവന് കൊടുത്ത കഴിവിന് അവൻ മാക്സിമം നല്ല രീതിയിലല്ല, വളരെയധികം മോശം രീതിയിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യണം. ഞാനൊരാണായിരുന്നെങ്കിൽ ഒരു ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തന്നെ. നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇമ്പോർട്ടൻസ്, ഈക്വലി ഇമ്പോർട്ടൻസ്. ഈവൻ എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും ഇപ്പം ഞാനും അനിയനും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവൻ പ്ലേറ്റ് അവിടെ വിട്ടിട്ട് പോകും. അവന് വേണമെങ്കിൽ കൈ കഴുകിയിട്ട് തുടച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈവൻ ഞാൻ അവൻ്റെ പ്ലേറ്റ് എടുക്കണം, എൻ്റെ പ്ലേറ്റ് എടുക്കണം. ഒരു ഈക്വലി ഇമ്പോർട്ടൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. അത് അവനാണെങ്കിലും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ പെണ്ണുങ്ങളെ കൂടുതൽ സംരക്ഷിക്കുക അല്ലെങ്കിൽ സ്ത്രീകളെ സംരക്ഷിക്കുക. ഒറ്റപ്പെട്ട അവസ്ഥയിലാണെങ്കിലും അവരേത് മോശപ്പെട്ട അവസ്ഥയിലാണെങ്കിലും അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഞാൻ ചെയ്യും. ഇപ്പോൾ ഇവൻ പെണ്ണാണെങ്കിൽ പോലും ആണൊരു അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കാൻ ഞാൻ സഹായിച്ചിട്ടുണ്ട്. വൈകുന്നേരം ലേറ്റ് ആയിട്ട് ഗേൾസ് 2 ദിവസം ലേറ്റ് ആയിട്ട് കയറി കഴിഞ്ഞാൽ അപ്പം തുടങ്ങും എന്തിന്റെ സുഖേടാണ് ഇവിടെ പോയതാണ്. അവന് വേണമെങ്കിൽ 12 മണിക്ക് വരാം, 1 മണിക്ക് വരാം. വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ കഞ്ഞിയും വിളമ്പി കൊടുക്കും. ഞാനൊരാളാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ഒരിക്കലും പെണ്ണിന്റെ വീട് വിട്ടിട്ട് വരണം എന്ന് ഞാൻ ഒരിക്കലും സത്യം. കാരണം കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് മാത്രം വീട് വിട്ടിട്ട് ആണിന്റെ കൂടെ നിൽക്കണം, അത് ഒരിക്കലും ശരിയില്ല. പെണ്ണിനും ഉണ്ട് അച്ഛനും അമ്മയും. അപ്പം കുറച്ചൊക്കെ ഈക്വൽ ആയിരിക്കണം. അങ്ങോട്ടും പോയി നിൽക്കണം, ഇങ്ങോട്ടും പോയി നിൽക്കണം, രണ്ടുപേരെയും വിട്ട് നിൽക്കണം. ഇത്രയും വർഷം വളർത്തി അച്ഛനും അമ്മേനെയും വേണ്ട, പെട്ടെന്ന് കണ്ടാ ചായ എന്ന് അയാളുടെ കൂടെ പോയാൽ മതി. ആ പെണ്ണിനെ വിട്ട് നിൽക്കണ പോലെ തന്നെ. പക്ഷെ നമ്മളിപ്പോ ഇത്രയും പറഞ്ഞല്ലോ, ഇതിപ്പോ ഒരു ആണുകൾക്ക് ഫെമിനിസം. ഈ ഫെമിനിസം എന്നുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഈക്വാലിറ്റി വേണമെന്നാ. പക്ഷെ ആൾക്കാർ വരുന്ന പെണ്ണ് മാത്രം മതി, ആ ഒരു ചിന്തയാണ് ആൾക്കാർക്ക്. എൻ്റെ വീട്ടിലുണ്ട്. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കിട്ടി, ഭയങ്കര സംഭവമാക്കി. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്ത് 2 വീലർ 4 വീലർ ഒക്കെ എടുത്ത്. അപ്പം വീട്ടിലിപ്പോൾ ഏട്ടന്മാരെ ആധിപത്യമാണെന്ന് പറയാം. 2 ഏട്ടന്മാരുണ്ട്, ദൈവം സഹായിച്ച് എനിക്ക് 2 തന്നിട്ടുണ്ട്. ഈ 2 സാധനങ്ങളെയും കഴിഞ്ഞാലുള്ള എനിക്ക് ഇപ്പോഴും എനിക്ക് കാറ് തരാനുള്ള ധൈര്യം അവർക്ക് ആർക്കും ഇല്ല. എനിക്ക് സ്കൂട്ടർ പോലും അത് എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് പറ്റുന്നു. പക്ഷെ അവർക്ക് അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഇല്ല. മേ ബി ഞാനൊരു പെണ്ണായത് കൊണ്ടാവാം. അവിടെ ഒരു പ്രേമം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണ് അത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചതിച്ചിട്ട് പോയി, വഞ്ചിച്ചിട്ട് പോയി, തേച്ചു പോയി എന്നൊക്കെ പറയും. ഇപ്പൊ ഒരാണാണ് ചെയ്തിരിക്കുന്നത്, ആ പെണ്ണിന്റെ ഭാഗത്താണ് തെറ്റ്. അവള് വേറെ ഏതെങ്കിലും രീതിയിൽ അവള് വേറെ രീതിയിൽ മിസ്യൂസ് ചെയ്തു, അവൾക്ക് വേറെ ബന്ധമുണ്ട്. ഈ ആണുങ്ങൾക്ക് എത്ര റിലേഷൻ അറ്റ് എ ടൈം എത്ര റിലേഷൻ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ കുറേ ബോയ്സ് കുറേ ആയി ബുള്ളറ്റും അവരുടെ വണ്ടി എടുത്തിട്ട് അവർ ട്രിപ്പ് പോകുന്നു. അത് പോയി കഴിഞ്ഞാൽ അവർ പോകുന്ന സമയത്ത് ബാക്കി എല്ലാവരും നോക്കി നിൽക്കും. ഇതിപ്പോൾ നേരെ മറിച്ച് ഞങ്ങൾ കുറച്ച് ഗേൾസാണ് പോകുന്ന സമയത്തേക്ക് ഇവളുമാർക്കൊക്കെ എന്തിൻ്റെ സൂക്കേടാന്ന് പറഞ്ഞ് റോട്ടിൽ ഇപ്പുറത്തെ മാറി നിന്നിട്ട് ആൾക്കാർ നോക്കി നിൽക്കും. അപ്പോൾ ആ സമയത്ത് ഞാനൊരു പുരുഷനാണെങ്കിൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം എനിക്ക് ട്രിപ്പ് പോവാം. ആണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഞാൻ ഭാര്യനെ പറഞ്ഞു ഞാൻ വീട്ടിലിരിക്കും. ഒരു റേപ്പ് നടന്നുകയാണെങ്കിൽ എപ്പോഴും പെണ്ണിന്റെ ഡ്രസ്സിങ്ങിനാണ് എപ്പോഴും തെറ്റ് പറയാം. അവള് ടൈറ്റ് ഉള്ളെടുത്ത് അവൾ ആ ഷോൾ ഇട്ടിട്ടില്ല. പക്ഷെ അതെന്തുകൊണ്ട് ഞാനൊരാണാണെങ്കിൽ ഒരിക്കലും ആ പെണ്ണിനെ കുറ്റം പറയില്ല, ആണിനെ കുറ്റം പറയൂ. അവന്റെ കണ്ണ് അല്ലെങ്കിൽ അവൻ കാണുന്ന ആ രീതിയിലല്ലേ അവനത് ചെയ്യുന്നത്. എല്ലാരും കാണുന്നത് തന്നെയല്ലോ. അല്ല, അങ്ങനെ ഇപ്പൊ പെണ്ണിന്റെ വസ്ത്രധാരണ എന്ന് പറയുന്നത് 4 വയസ്സും 60 വയസ്സും ഉള്ള ആൾക്കാരൊക്കെ വസ്ത്രധാരണ കൊണ്ടാണ്. അത് അവന്റെ കാഴ്ചപ്പാടും അവരുടെ നികഷ്ടമായ ചിന്തഗതികളോട് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ. അല്ല, എല്ലാവരും അതേപോലെ തന്നെ കാണുന്നില്ല. സൊസൈറ്റി സത്യം. നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പറഞ്ഞൊരു ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തോ അത്യാവശ്യമായിട്ട് സ്പീഡിൽ ഓട്ടിച്ച് പോവാണ്. എൻ്റെ മുന്നിൽ കിടക്കുന്നത് ഒരു ഓട്ടോ ഉണ്ട്, ഇത്തിരി സ്ഥലമുണ്ട്. ആ ഇത്തിരി സ്ഥലത്തിൻ്റെ സൈഡിൽ ഒരു ചെക്കൻ്റെ സ്കൂട്ടറുണ്ട്, ഇവിടെ ഒരു സ്കൂട്ടറുണ്ട്. ഞാൻ സ്പീഡ് പോകണ കണ്ടപ്പോൾ ഇവർക്ക് 2 ഹരം കൂടി റേസിങ്ങിന് വന്നതാണ്. പൊട്ടന്മാർ. ഞാൻ എന്ത് ചെയ്തു, ഞാൻ നോക്കിയില്ല, ഒറ്റ എഡേ കൂടെ എടുത്തു. അവർ വിചാരിച്ചു അവരുടെ മേലെ തട്ടി പറഞ്ഞിട്ടാക്കി പോകാൻ തുടങ്ങി. stupid people you have there. ഇപ്പോൾ എന്തെങ്കിലും ഒരു വാലിഡ് റീസണിന് വേണ്ടി നമ്മൾ വഴക്കുണ്ടാക്കണം. അധികം ബസ്സുകാരോട് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സാധനം
മേടിക്കുമ്പോൾ ചിലപ്പോൾ അവരെന്തെങ്കിലും ക്വാണ്ടിറ്റി കുറച്ചിട്ടോ അല്ലെങ്കിൽ വില കൂട്ടിയിട്ടോ പഴയ സാധനങ്ങളൊക്കെ നമുക്ക് തരുമല്ലോ. അപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ വഴക്കുണ്ടാക്കുമ്പോൾ അവർ ഓവർ വഴക്കുണ്ടാക്കും, കൂടുതൽ കുറച്ചും കൂടി നമ്മളെ വഴക്കരും. ഇവിടെ അതൊരു ആണാണെങ്കിൽ അപ്പം തന്നെ സഹിച്ചില്ലേ, അപ്പം തന്നെ മിണ്ടാതിരിക്കും. അതായത് നമ്മുടെ ആ ഒരു എന്തോ ഒരു കുറവിനെ അവരവിടെ ചൂഷണം ചെയ്യുന്നത്. ബോയ്സിനൊക്കെ ത്രിബിൾസ് അടിച്ച് പോവാണെങ്കിൽ ഒരു സീനുള്ള കാര്യമില്ല. നേരെ മറിച്ച് ഗേൾസ് ത്രിബിൾസ് അടിച്ചിട്ട് ഞങ്ങൾ ഇത്തിരി എന്താ ചിരിച്ച് കളിച്ച് വണ്ടി പോവുകയാണെങ്കിൽ എല്ലാവരും ഒരുമാതിരി എന്തോ കൗതുക വസ്തുക്കളെ കാണുന്ന പോലെ ഞങ്ങൾ നോക്കാം. ഞങ്ങൾക്ക് ഇതിന് മുമ്പ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ത്രിബിൾസ് അടിച്ച് ത്രിബിൾസ് ആണ്, എന്നാലും ഈ ഇടവഴിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് കയറിയത്. അപ്പോൾ റോങ് സൈഡ് വന്ന ഒരാൾ അത് ഞങ്ങളെ കുത്താൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ബ്രേക്ക് പിടിച്ചു. അപ്പോൾ ഞങ്ങൾ എവിടെ നോക്കിയിട്ടാ ഏട്ടാ വണ്ടി ഓടിക്കുന്ന ഒരു ചോദ്യം ജസ്റ്റ് ചോദിച്ചിട്ടുള്ളൂ. ഞങ്ങൾ പാസ് ചെയ്ത് പോയി. അത് കഴിഞ്ഞ് ഈ ഏട്ടനും ഭാര്യയും ഞങ്ങൾ ഫോളോ ചെയ്ത് വന്ന് വണ്ടി ക്രോസ് ചെയ്ത് നിർത്തിച്ചിട്ട് നിങ്ങൾ അതന്നെ നിങ്ങൾ പെൺകുട്ടികളാണ്, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ കളി കളിക്കുന്നത്. പിന്നെ ഫുൾ നാട്ടുകാരൊക്കെ കൂടി ഞങ്ങൾ എന്നിട്ട് ഷൗട്ട് ചെയ്ത് മീൻസ് അയാൾ ഷൗട്ട് ചെയ്ത് സംസാരിച്ച സമയത്ത് ഞങ്ങൾ ഷൗട്ട് ചെയ്ത സമയത്ത് അയാൾ പറയുന്നത് പെൺകുട്ടിയാണ് ഒച്ച ഉണ്ടാക്കാൻ പാടില്ല. അമ്മ വരുന്നതും അച്ഛൻ വരുന്നതും പാരന്റ്സ് മീറ്റിംഗ് വ്യത്യാസം. അമ്മയോടാണെങ്കിൽ കുട്ടീനെ കുറ്റം മൊത്തം വിളിച്ചറിയും, അച്ഛനോടാണെങ്കിൽ ഇവൻ പറയില്ല. പിന്നെ മാത്രമല്ല കുടുംബത്തിൽ വലിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ആണുങ്ങൾ മാത്രം സംസാരിക്കണം, തീരുമാനങ്ങൾ എടുക്കണം. ഈവൻ എന്ത് നല്ലൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ പറയുന്നതിന് ഒരു വില ഉണ്ടാവില്ല. അതിപ്പോ ഒരു ചേട്ടൻ പറയാ ഓക്കെ ഫൈൻ, ഓൻ കൊള്ളാം, ഓൻ പറഞ്ഞ കൊള്ളാം. ഇതൊക്കെ എന്ത് കണ്ടിട്ട് നമ്മൾ ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങിയത്. Happy Women's Day.